ഹദീസ് സ്ത്രീകളുടെ ജിഹാദ്. അൻ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ ഖാലത് യാ റസൂലല്ലാഹ് ഹൽ അലൻ നിസാഇ മിൻ ജിഹാദ് ഖാല നഅം അലൈഹിന്ന ജിഹാദ് ലാ ഖിതാല ഫി അൽ ഹജ്ജ് വൽ ഉംറ. അഹ്മദ് ഇബ്നു മാജ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അവർ ചോദിച്ചു, പ്രവാചകരെ, സ്ത്രീകൾക്ക് ജിഹാദിന് ബാധ്യതയുണ്ടോ? അവിടുന്ന് പറഞ്ഞു, അതെ, അവർക്ക് ജിഹാദിന് ബാധ്യതയുണ്ട്. എന്നാൽ അതിൽ യുദ്ധമില്ല. ഹജ്ജും ഉംറയുമാണത്. അഹ്മദ് ഇബ്നു മാജ. ഇസ്ലാമിലെ പരമപ്രധാനമായ പുണ്യകർമ്മമാണ് ജിഹാദ്. വിശ്വാസിക്ക് ഈ ലോകത്ത് പ്രാപിക്കാൻ കഴിയുന്ന ശ്രേഷ്ഠതയുടെ പരമകാഷ്ഠയാണ്. അതുവഴിയുണ്ടാകുന്ന ഷഹാദത്ത് അഥവാ രക്തസാക്ഷിത്വം ധർമ്മസംസ്ഥാപനത്തിന്റെ മാർഗത്തിൽ അർപ്പിക്കുന്ന ത്യാഗപരിശ്രമങ്ങളെ ഇസ്ലാം ജിഹാദിന്റെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. പ്രതിരോധ മാർഗമെന്ന നിലയിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നതും ജിഹാദിന്റെ ഭാഗം തന്നെയാണ്. മനോദാർഢ്യവും കായിക കരുത്തും തന്ത്രങ്ങളുമൊക്കെ അത്യന്താപേക്ഷിതമായ മേഖലയാണത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്തരം പോരാട്ടങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. രണാങ്കണങ്ങളിൽ അഥവാ ജിഹാദിൽ ഭാഗഭാക്കാകുന്നതിന്റെയും രക്തസാക്ഷ്യം വരിക്കുന്നതിന്റെയും പ്രത്യേകതകളും മഹത്വവും പ്രതിഫലവും വേണ്ടവണ്ണം ഉൾക്കൊണ്ടവരായിരിക്കുമല്ലോ നബി പത്നി ആയിഷ റളിയല്ലാഹു അൻഹയും സമകാലിക സ്വഹാബി വനിതകളും. സ്രഷ്ടാവിലേക്ക് അടുപ്പിക്കുകയും സ്വർഗപ്രവേശം ഉറപ്പാക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠകർമ്മം എന്ന നിലയ്ക്ക് ജിഹാദിൽ തങ്ങൾക്കു കൂടി പങ്കാളിത്തമായിക്കൂടെ എന്ന ഉത്കടമായ മോഹം അവരുടെ മനസ്സിനെ മതിച്ചിട്ടുണ്ടാകും. മാത്രമല്ല, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധങ്ങളിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കൽ, ഭക്ഷണപാനീയങ്ങൾ എത്തിച്ചുകൊടുക്കൽ, പടയാളികളുടെ താവളങ്ങൾക്ക് കാവൽ നിൽക്കൽ, സാധന സാമഗ്രികളുടെ സൂക്ഷിപ്പ് തുടങ്ങി പോരാട്ടമല്ലാത്ത മറ്റു സേവന രംഗങ്ങളിൽ അവർ ഏർപ്പെട്ടിരുന്നതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജിഹാദിലൂടെ ശ്രേഷ്ഠകരമായ പുണ്യം കരസ്ഥമാക്കാൻ പുരുഷന്മാർക്ക് സൗഭാഗ്യം കൈവരുന്നത് പോലെ തങ്ങൾ സ്ത്രീകൾക്കും അവസരം ലഭിക്കുമോ എന്ന് ആരായുകയാണ് നബി പത്നി ആയിഷ റളിയല്ലാഹു അൻഹ. പുരുഷന്മാർക്ക് നിർബന്ധമായതുപോലെ സ്ത്രീകൾക്കും ജിഹാദ് ബാധ്യതയാണോ എന്നുമാകാം അവരുടെ ചോദ്യം. സ്ത്രീകളുടെ സൃഷ്ടിപ്രകൃതവും വ്യതിരിക്തതകളും നന്നായി അറിയുന്ന പ്രവാചകന്റെ മറുപടി ഒരിക്കലും അവരെ നിരാശപ്പെടുത്തുന്നതായില്ല. സ്ത്രീ സമൂഹത്തിന് പ്രത്യാശയും പ്രതീക്ഷയും പകരുന്ന മറുപടിയാണ് അവിടുന്ന് നൽകുന്നത്. ഹജ്ജിനെയും ഉംറയെയും സ്ത്രീകളുടെ യുദ്ധമില്ലാത്ത ജിഹാദായി അവിടുന്ന് പരിചയപ്പെടുത്തുന്നു. ഹജ്ജ് ഉംറ കർമ്മങ്ങളിലൂടെ സ്ത്രീകൾ മുജാഹിദുകളുടെ മഹോന്നത പദവി പ്രാപിക്കുകയാണ്. പ്രവാചകന്റെ ഈ വചനം ശ്രവിച്ചതിനു ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജ് കർമ്മം ഒഴിവാക്കുകയുണ്ടായിട്ടില്ല. ഭാരം കുറഞ്ഞവരായോ കൂടിയവരായോ നിങ്ങൾ സമരസജ്ജരാകുവിൻ. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് അഥവാ സമരം ചെയ്യുവിൻ. 9-ാം സൂറ 41-ാം സൂക്തം എന്ന ഖുർആൻ വചനം അടിസ്ഥാനമാക്കി ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് സ്ത്രീകളുടെ ഹജ്ജ് കർമ്മം സാമ്പത്തിക ജിഹാദിൽ ഉൾപ്പെടുമെന്നാണ്. വീടും നാടും സമ്പത്തും കുടുംബവും വിട്ടേച്ചുകൊണ്ടാണ് യുദ്ധകളത്തിലേക്ക് പുറപ്പെടുക. വിജയമോ രക്തസാക്ഷിത്വമോ ആവാം അന്തിമ ഫലം. ഒരു വേള ഹജ്ജും യുദ്ധവും തമ്മിൽ താരതമ്യവും സാധ്യമാണ്. എന്നാൽ രണാങ്കണത്തിൽ രക്തസാക്ഷികളാകുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ ഹജ്ജ് കർമ്മത്തിനിടയിൽ മരണപ്പെടുന്നവർക്ക് രക്തസാക്ഷികളുടെ സ്ഥാനം ലഭിക്കുമോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആർ രക്തസാക്ഷിത്വം കൊതിച്ച് ജീവിക്കുന്നുവോ, തന്റെ വിരിപ്പിൽ കിടന്ന് സ്വാഭാവിക മരണമാണ് അയാൾക്ക് സംഭവിക്കുന്നതെങ്കിൽ പോലും സ്വർഗത്തിന് അവകാശിയാണ് എന്ന നബിവചനത്തെ അടിസ്ഥാനമാക്കി ഹജ്ജിനിടയിൽ മരണപ്പെടുന്നവർ സ്വർഗാവകാശികളാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്.